പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക. പ്രത്യേകിച്ച് മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡ് ഉടമകളൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണേണ്ടത്. റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വേണ്ടതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു റേഷൻ ആനുകൂല്യം ലഭിക്കുന്നത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ്. മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് എന്ന് പറയുമ്പോൾ മറ്റുള്ള റേഷൻ കാർഡ് ലിസ്റ്റിൽ നീല കാർഡിനും ചെറിയ രീതിയിലുള്ള സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റുള്ള റേഷൻ കാർഡ്, പ്രത്യേകിച്ച് വെള്ള റേഷൻ കാർഡിന് സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ട് കിട്ടുന്നില്ല, സാധാരണ രീതിയിൽ കിട്ടാറില്ല. അത് എന്തെങ്കിലും ഉത്സവ സമയത്തൊക്കെ 10 രൂപ 90 പൈസ നിരക്കിലൊക്കെ 10 കിലോ അരിയോ 5 കിലോ അരിയൊക്കെ കൂടുതലായിട്ട് ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇതിൽ മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുമ്പോൾ ഇവരുടെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ KYC-യുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ട സമയം മാർച്ച് മാസം 31 അതായത് ഇനി വെറും 3 ദിവസം കൂടി മാത്രമേ ഇതിന് സമയമുള്ളൂ. ഇത് കൂട്ടി നൽകണം, ഈ ഇതിനുള്ള സമയം നീട്ടി നൽകണം എന്ന് പറഞ്ഞ് സംസ്ഥാന ഭക്ഷ്യമന്ത്രി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഒരു സമയം നീട്ടി നൽകുമോ എന്നുള്ള കാര്യം കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്. അത് കേന്ദ്രം തീരുമാനിച്ച് നടപടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെ കേന്ദ്ര ഭക്ഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിച്ച് അതിനുശേഷം നടപടിയെടുക്കുകയായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നടപടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് പെൻഷൻ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്, റേഷന് പകരം പണം കൊടുക്കുക എന്നുള്ള നടപടി കേരളത്തിൽ ഇത് പ്രാവർത്തികമാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കേരളത്തിലെ അറിയിച്ചിരിക്കുകയും കൂടിയാണ്. അപ്പോഴറിയാം, നമുക്കറിയാം ഈ ഒരു നീല റേഷൻ കാർഡൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് സബ്സിഡി സാധനങ്ങൾ വളരെ കുറച്ച് അവർക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ വെള്ള കാർഡും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ നീല കാർഡ് വളരെയധികം ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള ആളുകൾ പോലും കൈവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും ഇത് നീല കാർഡ് APL ലിസ്റ്റല്ലേ, അപ്പോൾ ഇത് വെക്കാം, ഈ ഒരു കാർഡ് നമ്മുടെ കൈവശം വെക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു അറിവിൻ്റെ പുറത്താണ് ഇവർ വെക്കുന്നത്. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു 1000-1200 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുണ്ട്, വാഹനങ്ങളുണ്ട്, ഉയർന്ന സാമ്പത്തിക നിലവാരമുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, കേന്ദ്ര സർക്കാർ, അർദ്ധ സർക്കാർ ജോലികളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ നീല കാർഡ് കൈവശം വെക്കാനുള്ള ഒരു അർഹതയില്ല. നിങ്ങളുടെ വീടാന്തരം കയറിയുള്ള പരിശോധനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു സാമ്പത്തിക വർഷം, അതായത് മാർച്ച് മാസം കഴിയുന്നതോടുകൂടി കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞായിരുന്നു മുൻപ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അവർ അർഹരാണോ എന്നറിയാൻ വേണ്ടി വാർഡ് തലത്തിലുള്ള പരിശോധനകൾ, അതേ രീതിയിലുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ടും താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖേന ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകളിൽ വലിയ ശതമാനം ആളുകൾ ഇപ്പം മാറിപ്പോകുന്നുണ്ട്. അവർക്ക് തന്നെ അറിയാം ഞാൻ ഇതിന് അർഹതയല്ല, അതുകൊണ്ട് അവർക്ക് ഇതിൽ വലിയ നടപടികളൊന്നും ഇല്ലാതെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ നിങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, നീല കാർഡ് ഉടമകളും പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറിപ്പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് നിയമ നടപടികളൊക്കെ നേരിടേണ്ടിയിരുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ വാങ്ങിച്ചപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ വരെ വാങ്ങിച്ചിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ സഹിതം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നതായിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതയില്ലാത്ത സാധനങ്ങൾ കൈപ്പറ്റാതിരിക്കുക. കേരളത്തിലൊക്കെ തന്നെ വലിയ ശതമാനം ആളുകൾ വലിയ ബുദ്ധിമുട്ട് ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ അർഹതപ്പെട്ട സാധനങ്ങൾ അവർക്ക് തന്നെ കിട്ടട്ടെ. അപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഈ മാസം അവസാനം 31 സമയം തീയതി, അതായത് നമ്മുടെ റേഷൻ വാങ്ങുന്നതിനുള്ള മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് ഇത് ബാധകമായിട്ടുള്ളൂ. അവർ ഈ മസ്റ്ററിങ്ങിൻ്റെ തീയതി അവസാനിക്കുകയാണ് ഈ മാസം 31 കൂടാതെ നീലക്കാർഡിൽ അർഹതയില്ലാത്ത ആളുകൾ മാറിപ്പോവുക, നിങ്ങൾക്ക് നിയമ നടപടികളൊക്കെ ഉണ്ടാകും. കൂടാതെ വെള്ളക്കാർഡിൽ വെള്ളക്കാർഡിൽ നിന്നും മറ്റ് കാർഡുകളിലേക്ക് മാറാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് ഒഴിവ് വരുന്നതനുസരിച്ച് മാറ്റവും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്.